ഹലോ, വെൽക്കം ടു എഫ് ജി ട്രേഡർ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച നമുക്ക് നമ്മുടെ സെൻസെക്സ് എക്സ്പയറി ഡേ ആയിരുന്നു. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബുള്ളിഷ് തന്നെയായിരുന്നു മാർക്കറ്റ്. ഏകദേശം 1600 പോയിൻറ്റ്സോളം കയറിയിട്ടുണ്ട്. ഏകദേശം 2.16% ആണ് പെർസെൻറ്റേജ് കണക്കിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ സംഭവം മാർക്കറ്റ് നോർമൽ സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് 3-ാം തീയതിയും ഉള്ള പോലെയല്ല മാർക്കറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ 3-ാം തീയതിയൊക്കെ എന്താ സംഭവിച്ചു ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓപ്പോസിഷൻ പാർട്ടി, അതായത് ഇന്ത്യ അലയൻസിൻ്റെ അവർ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഒരു അന്വേഷണത്തിൻ്റെ ഉത്തരവിടുകയാണ് അവർ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-ാം തീയതി സംഭവം ഉണ്ടായ മാർക്കറ്റിൻ്റെ ഹൈപ്പ്, അതായത് അത്രയും വലിയ ഗ്യാപ്പ് എങ്ങനെ ഉണ്ടായി, ആർക്ക് വേണ്ടി ഉണ്ടായി എന്നുള്ളതെല്ലാം ഒരു ചോദ്യമായിട്ട് നരേന്ദ്രമോദി അമിത്ഷാജിനോടൊക്കെ ചോദിച്ചിരിക്കുകയാണ് സംഭവം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ പ്രൊമോട്ട് ചെയ്തത്, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്തത്, ഇവരെന്തിനാണ് പ്രൊമോഷൻ ചെയ്തത് എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളെല്ലാം ചോദിച്ചിരിക്കുകയാണ്. പ്ലസ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇതിൻ്റെ പിന്നാലെ ഉണ്ടായത്, ഏത് ഫോർച്യൂൺ ഫണ്ടേഴ്സാണ് ഇതിൻ്റെ പിന്നാലെ, ആർക്കാണ് ഇത് ബെനിഫിറ്റ് ഉണ്ടായി എന്നുള്ളതെല്ലാം, ആർക്ക് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്തത് എന്നുള്ളതെല്ലാം ഒരു ചോദ്യമായിട്ട് ഉന്നയിച്ചിരിക്കുകയാണ് മാർക്കറ്റിൽ. എന്തുകൊണ്ട് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു, എക്സിറ്റ് പോൾസ് ഇവർ വേണമെന്ന് പറഞ്ഞ് ഹൈപ്പ് ഉണ്ടാക്കി ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു, സാധാരണപ്പെട്ട ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു, റീറ്റെയിലേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു. ഏകദേശം 30 ലക്ഷം കോടി രൂപയാണ് ഈ റീറ്റെയിലേഴ്സിന് നഷ്ടം വന്നിട്ടുള്ളത്. അതായത് സാധാരണപ്പെട്ട ആൾക്കാർ, നമ്മളെപ്പോലുള്ള ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 കോടി 1 കോടി അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക്, അതായത് നമ്മളെപ്പോലെ 10,000 20,000 50,000 1 ലക്ഷം ഇങ്ങനെ ചെയ്യുന്നവർക്ക് 2,000 3,000 ഒക്കെ ചെയ്തവർക്ക് നല്ല ഇതിൽ 4-ാം തീയതി അടി കിട്ടി. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ മോദിയും അമിത്ഷായൊക്കെ അതായത് ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ ഇത് പറഞ്ഞു നടന്നത്. ഇങ്ങനെ ഏതൊരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുപോലെ ഹൈപ്പ് കൊടുത്തിട്ടുമില്ല ഇതുവരെ. ഇത്രയും കാലത്തുള്ള മന്ത്രിമാരിൽ നമുക്ക് ഒരാളും ഇതുപോലെയൊന്നും ചെയ്ത് കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. പക്ഷേ ഈ ഒരു ടൈമിൽ മോദിയും അമിത്ഷായും മാറി വേറെ പ്രസംഗിച്ച ഒരു കാര്യമാണ്, അതായത് 4 ജൂണിന് റോക്കറ്റ് പോലെ കയറും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും പ്രതീക്ഷിച്ചിട്ട് 3-ാം തീയതി അത്രയും കയറി നിൽക്കുന്ന ടൈമിൽ എല്ലാവരും വാങ്ങിക്കാൻ നിന്നു. വാങ്ങിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഡൗണിലേക്ക് വന്ന് അവരുടെ 30 ലക്ഷം കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്. അതിൻ്റെ ഒരു അതെന്തിനാണെന്നുള്ളത് തെളിയിക്കാനാണ് ഇപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിയും ഇന്ത്യ അലയൻസും ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പണ്ടേ പറഞ്ഞാണ് സംഭവം ഇങ്ങനത്തെ ഒരു അഴിമതിയാണ്, घोटाലയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗണ്ടയാണ് ഇവരുണ്ടാക്കുന്നത്, മാനിപ്പുലേഷൻ ചെയ്തതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആരും അന്ന് ലൈവിൽ വന്നിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സംഭവം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഏകദേശമൊക്കെ. അത് കഴിഞ്ഞ് വീണ്ടും ഡൗണിലേക്ക് പോകുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൈമിൽ വോളറ്റിലിറ്റി എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് എഫക്റ്റ് ആയിരുന്നു. ഭയങ്കര ഇതിൽ വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ട്രേഡ് ഞാൻ പറഞ്ഞു നോർമലായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ, നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ, നമ്മുടേതായിട്ടുള്ള ഡിസിപ്ലിനിൽ നമ്മൾ ചെയ്തിട്ട് പോകാമെന്ന് വരുന്നത് ഒന്ന് എടുക്കുക. ഓപ്ഷൻ ട്രേഡർ ഓപ്ഷൻ ബയ്യർ എന്താണോ ചെയ്യുന്നത് അതൊരു എല്ലാവർക്കും ഓരോരോ മെത്തേഡ് ഉണ്ടാകും. ആ മെത്തേഡ് നിങ്ങൾക്ക് നിങ്ങളുടേതായ മെത്തേഡ് എടുക്കുക, ചെയ്യുക, ഇറങ്ങുക. നമുക്ക് അന്നു വേണ്ട പ്രോഫിറ്റ് എടുക്കുക, ഇറങ്ങുക. അല്ലാതെ ഈ ന്യൂസൊക്കെ കണ്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ പല ഫേക്ക് ന്യൂസും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഇതുപോലത്തെ ഫേക്ക് ന്യൂസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളതിനെ ആലോചിച്ച് നോക്കുക. പലതരത്തിലുള്ള പല ന്യൂസുകളും വരും, പല ആളുകളും പറയും. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഇത്രയും വലിയ സ്കാമിന് ഒരു ഉത്തരവാദിത്വം വഹിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് സ്റ്റോക്സ് ഇതുപോലെ ന്യൂസ് ഉണ്ടാക്കി അവർക്ക് വേണ്ട പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ പെടും എന്നുള്ളൊരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോർമലായിട്ട് നമ്മുടേതായിട്ടുള്ളൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുക, അതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുക, നമ്മുടേതായിട്ട് പ്രോഫിറ്റ് എടുക്കുക, ഇറങ്ങാത്തതുള്ളൂ. അപ്പോൾ ഇതുപോലെ പല നാടുകളും വന്ന് പറയും, നീ ആ സ്റ്റോക്ക് വാങ്ങിക്കുക അല്ലെങ്കിൽ ഇത് ചെയ്യുന്നു. അപ്പോൾ അതാരും കേൾക്കാൻ നിൽക്കാതെ നിങ്ങൾക്ക് എന്താണോ ഓക്കെ തോന്നുന്നത് അത് വാങ്ങിച്ചെടുക്കുക. ന്യൂസിൻ്റെ പിന്നാലെ പോകേണ്ട, ടെലിഗ്രാം കോൾസിൻ്റെ പിന്നാലെ പോകരുത്. അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞ് നമുക്ക് ഭയങ്കര ലോസാണെന്നും അവരവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടി നോക്കും, ലാസ്റ്റ് നമുക്ക് പണി തരും. അതുകൊണ്ട് എല്ലാവരും ഉഷാറായിരിക്കുക. ട്രേഡേഴ്സ് എല്ലാവരും അവരുടെ ക്യാപിറ്റൽ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, റിസ്ക് മാനേജ്മെൻറ്റ് എടുക്കുക, മണി മാനേജ്മെൻറ്റ് ക്ലിയർ ആയിട്ട് വെക്കുക. അങ്ങനെ ചെയ്ത് നമുക്ക് മുന്നോട്ട് ചെറിയ പ്രോഫിറ്റ് ആയാലും എടുത്ത് ഇറങ്ങി വലിയൊരു ഓവറോൾ നോക്കുമ്പോൾ വലിയൊരു
പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുന്ന പോലെ ആക്കുക. എന്തായാലും മാർക്കറ്റ് അന്നത്തെ ഒരു ഗ്യാപ്പ് അപ്പ് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഡൗണിലേക്ക് വന്നു, ഡബിൾ ആക്ഷൻ താഴേക്ക് വന്നു. അതിനുശേഷം വീണ്ടും റിക്കവർ നോർമൽ സിറ്റുവേഷൻ എപ്പോഴും എങ്ങനെയാണ് മാർക്കറ്റ് ഉണ്ടാവുക ആ ഒരു സിറ്റുവേഷനിലേക്ക് കയറി നോർമലായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാവുക. ഇനിയിപ്പോൾ മാർക്കറ്റ് ഈ നോർമൽ ഗതിയിൽ എങ്ങനെയാണ് മൂവ്മെൻറ്റ് ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ആരും ഈ ഒരു പക്കത്തിൽ പെട്ടിട്ട് അതിൻ്റെ സംസാരം കേട്ട് എടുത്തവർക്ക് ഭയങ്കര എഫക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ എന്തായാലും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, കുറച്ചേരെങ്കിലും ബോധം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ സ്കാമിലൊന്നും പോയി പെടാതിരിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞാൻ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാൽപ്പിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒറ്റ ടൈം ഹോൾഡിങ് ചെയ്തിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തത് ഓരോ ലോട്ടിലെടുത്ത് ഏകദേശം ഞാൻ പറഞ്ഞുതരാം. ഏകദേശം ഈ ഒരു ടൈമിലൊരു എൻട്രി കാണിച്ചുതരാം. എൻട്രി എടുത്തത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. പക്ഷേ ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഒരു എൻട്രി എടുത്തു. അതിന് ശേഷം ഇവിടെ നിന്ന് എക്സിറ്റ് ആയി. അതിന് ശേഷം വീണ്ടും മേലോട്ട് കയറുന്ന ടൈമിൽ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് ഞാൻ വീണ്ടും ഈ ഒരു റേഞ്ചിൽ എടുത്തു, ഇവിടെ വരെ ഹോൾഡ് ചെയ്ത് അങ്ങനെ എടുക്കലാണ് ചെയ്തിട്ടുണ്ടായത്. അതിന് ശേഷം ഈ ഒരു റേഞ്ചിൽ എടുത്തു. അതിന് ശേഷം ഈ ഒരു റേഞ്ച് വീണ്ടും ഇറങ്ങി. അങ്ങനെ ചെറിയ ചെറിയ ലോട്ടിൽ കുറേ ട്രേഡുകൾ എടുത്തിട്ടാണ് ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം ഒരു 6K പ്രോഫിറ്റാണ്. ഏകദേശം 13 പറയുമ്പോൾ 13 സ്ട്രൈക്ക് പ്രൈസുകളിൽ ഞാൻ എടുത്തിട്ടുണ്ട് എൻട്രി, പുട്ടും കോളുമായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് എല്ലാം പ്രോഫിറ്റ് അല്ല, എന്നാൽ ഏകദേശം പ്രോഫിറ്റ് തരുന്ന ട്രേഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ റിക്കവറായി. കുറച്ച് ലോസുകൾ വന്നിട്ടുണ്ടായിരുന്നു, അത് റിക്കവറായി. പ്രോഫിറ്റ് വന്നത് ലോസിലേക്ക് വന്നു. അങ്ങനെ കുറേ മാറി വരും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തത് ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചാണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 3x അല്ലെങ്കിൽ 4x നല്ല രീതി ആ ഒരു റേഞ്ചിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ അത് വെക്കാതെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഇറങ്ങി. അതിന് ശേഷം വീണ്ടും വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് അപ്പോൾ ഏകദേശം ഒരു 2x അടുത്തോളം പ്രോഫിറ്റ് ആകുന്ന പോലെ ആണ് ചെയ്തത്. അപ്പോൾ ഏകദേശം 6.3K ആണ് പ്രോഫിറ്റ് ഇന്ന് എടുത്ത് ഇറങ്ങാൻ പറ്റിയത്. അപ്പോൾ ഇതുപോലെയാണ് ഇന്നത്തെ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. സെൻസെക്സ് എക്സ്പയറി ആയിരുന്നു, പക്ഷേ ഞാൻ നിഫ്റ്റിൻ്റെ ചാർട്ട് നോക്കിയിട്ടാണ് ഞാൻ ട്രേഡ് എടുത്തതും കാര്യങ്ങളെല്ലാം. അപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് ആണ് ഈ ഒരു വീക്ക്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് തന്നെയാണ്. ഏകദേശം കഴിഞ്ഞ മന്തിലുണ്ടായ ലോസും കാര്യങ്ങളെല്ലാം ഏകദേശം റിക്കവറി സെക്ഷനാണ്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് എനിക്ക് ഏകദേശം റിക്കവറി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് നോക്കാം. ഈ ഒരു ടൈപ്പിൽ തന്നെ നമുക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ നമുക്ക് എടുത്തിറങ്ങാൻ പറ്റണം. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസമൊക്കെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് പ്രതീക്ഷിച്ച മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷിക്കാത്ത ടൈമിൽ മാർക്കറ്റ് ഈ ഒരു ഇലക്ഷൻ്റെ ടൈം ആയതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ അവിടെ എത്തുന്നില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ആകുമ്പോഴേക്കും പ്രീമിയത്തിൽ ഭയങ്കര രീതിയിൽ മാറ്റം വരിക, പിന്നെ സൈഡ് വേസ് കളിക്കുക, ഇതൊക്കെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാനോ അല്ലെങ്കിൽ വിചാരിച്ച പോലെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് ഓരോ ട്രേഡുകൾ ഓരോ ദിവസങ്ങൾ നല്ല രീതിയിൽ പോകും. പിന്നെ പിറ്റേ ദിവസം നമ്മൾ വെച്ച് ടാർഗറ്റ് എത്തുന്നതിന് മുന്നേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തോടെ ഇറങ്ങേണ്ടി വരും. അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഡെയിലി ഒരു 3 ട്രേഡ് ആകുമ്പോഴേക്കും ഒരു ട്രേഡ് പ്രോഫിറ്റ് ആകും, 2 ട്രേഡ് ലോസ് ആകും. അങ്ങനെയുള്ളതൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ മാസം ഏകദേശം മിക്കവാറും എനിക്ക് നല്ല രീതിയിൽ ലോസ് ആയിരുന്നു. ഈ ഒരു മാസം തുടങ്ങുമ്പോൾ ഈ ആഴ്ച നല്ല രീതിയിൽ പ്രോഫിറ്റിൽ വന്നിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞ മാസം ഒറ്റ മാസം കൊണ്ട് ഉണ്ടാക്കിയ ലോസുകളെല്ലാം ഒറ്റ വീക്ക് കൊണ്ട് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഏകദേശം അതായത് ഇനിയൊരു 20% അങ്ങനെ സംതിങ് എന്തോ അത്രയേ ഉള്ളൂ. ലോസ് റിക്കവർ ആക്കാനാണ് അതേ ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നാളത്തേക്ക് അല്ലെങ്കിൽ മൺഡേ ആണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റുള്ള. മൺഡേ നമുക്ക് നോക്കി ട്രേഡ് എടുക്കാം. താങ്ക് യു. അപ്പോൾ ലൈവ് പറ്റുകയാണെങ്കിൽ ലൈവ് തന്നെ വരാം, അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വരാം. നമുക്ക് ലൈവ് എനിക്കിപ്പോൾ ഏതിലും വലിയ ചാനൽസ് വ്യൂസ് കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. എന്നാലും കൂടി ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ഇത് ബിൽഡ് ചെയ്യുകയാണ് ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു അതിൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഞാൻ ഇപ്പോൾ ഇതിൽ വെറുതെ വീഡിയോ ഇട്ടിട്ടും ആൾക്കാരെ കാണാനായിട്ടൊന്നല്ല, എന്നാലും കൂടെ ലൈവിൽ കാണാനായിട്ടൊന്നല്ല. ലൈവിൽ ഞാൻ എടുക്കുമ്പോൾ തന്നെ എൻട്രി കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് പറ്റുന്ന ആൾക്കാർ കണ്ട് സപ്പോർട്ട് ചെയ്യുക, എൻട്രി എടുത്തിട്ട് അറിയിക്കുക. ഞാനും എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റ് കിട്ടിയെന്നൊക്കെ നമുക്ക് അറിയിച്ചു. അപ്പോൾ എന്തായാലും താങ്ക് യു. അടുത്ത വീഡിയോ കാണാം അല്ലെങ്കിൽ ലൈവിൽ കാണാം. താങ്ക് യു. ബൈ. സി യു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുത്.